ശ്രീ പി മമ്മിക്കുട്ടി, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സാർ, പഴയ കൊച്ചിയും മലബാറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലായിരുന്നു ഷൊർണൂർ ചെറുതുരുത്തി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊച്ചി പാലം. ആ പഴയ പാലം തകർന്നിട്ട് വർഷങ്ങൾ കുറേയായി, 20 വർഷത്തിലധികമായി. അന്ന് ഇരുമ്പ് കൊണ്ടും റെയിൽ കൊണ്ടും മാത്രം നിർമ്മിക്കപ്പെട്ട പാലമായതുകൊണ്ട് ഈ തകർന്നു പോയ പാലത്തിൻ്റെ അംശങ്ങൾ ഭാരതപ്പുഴയിലെ നീരൊഴുക്കിന് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, അവിടേക്ക് ഈ മാലിന്യങ്ങൾ വന്ന് കൂമ്പാരമടിയുന്നതിൻ്റെ ഭാഗമായി ശുദ്ധജലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജലത്തിൻ്റെ പ്രശ്നങ്ങളും വരുന്നു. താഴെ ഒട്ടേറെ കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തകർന്നുപോയ പാലത്തിൻ്റെ അംശങ്ങൾ പൊളിച്ചു നീക്കണം. രണ്ടാമത്, ഈ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺ സ്കീമിൽ 20 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ ഈ തകർന്നുപോയ പാലത്തിൻ്റെ ഭിത്തികൾ കൂടി അവിടുന്ന് പൊളിച്ചു മാറ്റിയാലേ ഈ നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയും. മാത്രമല്ല, വർഷക്കാലമാകുമ്പോൾ മഴ പെയ്താൽ ഈ നീരൊഴുക്ക് തടയുകയും മാലിന്യങ്ങളും മരങ്ങളും വന്ന് കുമിഞ്ഞുകൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളപ്പൊക്കത്തിൻ്റെ സാധ്യതയും വർദ്ധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒന്ന് കേരളത്തിൻ്റെ ഏത് റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോഴും മനോഹാരിതമായ രൂപത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ കാണാം. റോഡുകൾ അതുപോലെ തന്നെ പാലങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ട് ആ മനോഹാരിതയിൽ നിൽക്കുന്ന ഈ സംസ്ഥാന പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷൊർണൂരിൽ നിന്ന് ചെറുതുരുത്തിയിലേക്കോ ചെറുതുരുത്തിൽ നിന്ന് ഷൊർണൂരിലേക്കോ യാത്ര ചെയ്യുന്ന ആൾക്ക് ഈ തകർന്നു പോയ പാലത്തിൻ്റെ അംശങ്ങൾ തകർന്ന് ഭാരതപ്പുഴയിൽ പതിച്ചു കിടക്കുന്ന ഈ ദൃശ്യം പൊതുവെ ഈ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ മനോഹാരിതയ്ക്ക് കൂടി പ്രതികൂലമായുള്ള അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ പാലത്തിൻ്റെ അംശങ്ങൾ പൊളിച്ചു മാറ്റി അവിടെ വൃത്തിയാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, പഴയ പുലാമന്തോൾ പാലത്തിലും ഇതേ സമാനമായ വിഷയമുണ്ട്. അതെ, ഞാൻ അങ്ങയുടെ മണ്ഡലത്തെ കൂടി കോട്ട് ചെയ്ത് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് താങ്ക് യു. ഭാരതപ്പുഴയ്ക്ക് കുറുകെ 110 വർഷം മുമ്പ് നിർമ്മിച്ച പാലമാണ് ഇവിടെ ബഹുമാന്യനായ ശ്രീ മമ്മിക്കുട്ടി MLA ഇവിടെ ചൂണ്ടിക്കാട്ടിയ പഴയ കൊച്ചിപ്പാലം, ചെറുതുരുത്തി പാലം. ഈ പാലത്തിൻ്റെ അപ്പുറം ചേലക്കര മണ്ഡലമാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. ഇപ്പോൾ 4 സ്പാനുകൾ പുഴയിൽ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപകടാവസ്ഥ പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള നിലപാട് കൈക്കൊണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA തന്നെ നേരത്തെ ഇത് ശ്രദ്ധപ്പെടുത്തിയാണ്. അപകട സാധ്യത പരിഗണിച്ച് പാലം ഏത് രീതിയിൽ പൊളിച്ചു നീക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ PWD ചീഫ് എഞ്ചിനീയർ ചെയർമാനായി ഒരു 4 അംഗ സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റി ഫെബ്രുവരി 17 സ്ഥലം സന്ദർശിച്ചിരുന്നു. ഈ 2025 ഫെബ്രുവരി 17 കാര്യങ്ങൾ പരിശോധിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് മേക്കിങ്ങിലാണ്. റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാം. ഇവിടെ ചൂണ്ടിക്കാട്ടിയ പുലാമന്തോൾ പാലത്തിൻ്റെ പ്രശ്നമുണ്ട്. ഈ പ്രദേശമൊക്കെ അങ്ങയുടെ മണ്ഡലത്തിൻ്റെയും അത്ര ദൂരമില്ലാത്ത പ്രദേശമാണ്. അതുൾപ്പെടെ നമുക്ക് പരിശോധിക്കാം.